ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. നമ്മുടെ വാട്സപ്പ് ഒന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് വർദ്ധിച്ചെടുക്കാൻ സാധിക്കുകയും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം കൃത്യമായി ഉപയോഗിക്കുകയും മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാകും. അതിലൊക്കെ നിരന്തരം വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ വന്ന് കുത്തി നിറക്കപ്പെടും. അതുപോലെ തന്നെ ഏതെങ്കിലും സുഹൃത്തുക്കൾ രാവിലെ എണീറ്റാൽ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും, ചില ആളുകൾ ഗുഡ് ഈവനിങ് മെസ്സേജ് അയക്കും. ഇങ്ങനെ ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ട് നമ്മുടെ ഫോൺ പെട്ടെന്ന് കുത്തി നിറക്കപ്പെടും. ഒരാവശ്യമില്ലാത്ത ഇത്തരം ആളുകളൊക്കെ കണ്ടെത്തി അത് നമുക്ക് ക്ലീൻ ചെയ്യാനും അത്തരം ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളുണ്ടെങ്കിൽ കണ്ടെത്തി ക്ലീൻ ചെയ്യാനും നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കി മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാനൊക്കെ സാധിക്കും. അപ്പോൾ വാട്സപ്പ് എങ്ങനെ വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും മുകളിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്, ജിഫ്, ഓഡിയോ, ഡോക്യുമെൻ്റ് എന്നുള്ള ഒരുപാട് ഫയലുകൾ കാണും. അപ്പോൾ നമ്മൾ ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചിരിക്കുന്ന ഫോട്ടോസുകളാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ തന്നെ നമ്മൾ ഇനി വീഡിയോ ഭാഗത്തേക്ക് വരികയാണെങ്കിലും വീഡിയോസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ വെച്ച് നമുക്ക് വാട്സപ്പിലെ ഫോട്ടോസോ വീഡിയോസോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഇത് ഓരോന്നും പ്രത്യേകം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ വാട്സപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളതൊക്കെ കാണിച്ചു തരാം. വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വാട്സപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൽ 5 GB ഇവിടെ എൻ്റെ വാട്സപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോർവേഡഡ് മെനി ടൈംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. കുറേ ഫോർവേഡ് ചെയ്ത് വന്ന മെസ്സേജുകളാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഫോർവേഡ് ചെയ്ത് ഒരുപാട് പേർക്ക് ഫോർവേഡ് ചെയ്ത് വരുന്ന ഫോട്ടോ ആണ് ഇവിടെ കാണാൻ സാധിക്കുക, ഫോട്ടോസും വീഡിയോസും. അപ്പോൾ ഈ ഫോർവേഡ് മനി ടൈംസ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഇവിടെ വെച്ച് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യുകയും മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറയുന്ന മെസ്സേജുകളൊക്കെ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലൊരു പോപ്പപ്പ് വരും. പോപ്പപ്പ് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ ഡിലീറ്റ് ആനി കോപ്പീസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഫോട്ടോ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലോ എവിടെയെങ്കിലും നമ്മൾ കോപ്പി ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ താഴെ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സേവ് ചെയ്ത് വെച്ച എല്ലാ മെസ്സേജും നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ ലാർജർ ദാൻ 5 MB എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 5 MBയിൽ കൂടുതലുള്ള എല്ലാ വീഡിയോസും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. 5 MBയിൽ കൂടുതൽ വലിയ ഫോട്ടോ, വീഡിയോ, ഓഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ആളുകളാണ്. അതായത് 5 MBയിൽ കൂടുതലുള്ള വലിയ ഫയലുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് വോയിസുകൾ കാണുന്നുണ്ട്. ഈ വോയിസ് മെസ്സേജുകളെല്ലാം നമുക്ക് ഒരേ വോയിസ് മെസ്സേജ് ആയിരിക്കും. കാരണം 2, 3, 4 വാട്സപ്പ് ഗ്രൂപ്പുകളുള്ളതുകൊണ്ട് തന്നെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒരേ ആൾ തന്നെ ഫോർവേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് 5 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒരേ വോയിസ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 വോയിസ് നമ്മുടെ ഫോണിനകത്തുണ്ടാവും. അങ്ങനെ കിടക്കുന്ന വോയിസുകളാണ് ഇതെല്ലാം. ഫോട്ടോ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ മുകളിൽ ഓൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും വോയിസോ വീഡിയോസോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്തൊന്ന് സെലക്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അൺടിക്കാകും. ബാക്കിയുള്ളതെല്ലാം മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓരോ ഗ്രൂപ്പും വ്യക്തികളെയും പ്രത്യേകം വേർതിരിച്ച് കാണാൻ സാധിക്കും. ഓരോ വ്യക്തികളും എത്ര MB ഫയൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. മുകളിലുള്ള ഒരു ഗ്രൂപ്പ് 276 MB എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അതിനകത്ത് ഓഡിയോകളും വീഡിയോകളും ഫോട്ടോകളൊക്കെ ആയിട്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് 276 MB ഫയൽ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ വ്യക്തിക്കൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതൊന്ന് ഏതെങ്കിലും ഒരു ഫയലിന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, ഇതുപോലെ സെലക്ട് ആകും. സെലക്ട് ചെയ്യാൻ ശേഷം ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്.
അതിനകത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ സെലക്ട് ആകും. ഒരുപാട് വോയിസുകളും വീഡിയോസുകളും ഫോട്ടോസുകളും കാണാൻ സാധിക്കും. 276 MB ഏകദേശം ഫയലുകൾ എൻ്റെ ഫോണിനകത്ത് ഈ ഒരു ഗ്രൂപ്പിൽ മാത്രം വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പോപ്പപ്പ് വരും. ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ആൻഡ് കോപ്പീസ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഫോണിനകത്ത് എവിടെയെങ്കിലും നമ്മൾ കോപ്പി ചെയ്തതോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കൊടുത്തതോ സ്റ്റാർ ചെയ്ത് വെച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ അത് ക്ലീൻ ചെയ്ത് പോയിക്കോളും. ഇവിടെ താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയലെല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ഗ്രൂപ്പും ഓരോ വ്യക്തികളെയും നമ്മൾ സെലക്ട് ചെയ്ത് അതിനകത്തുനിന്ന് ആ ഓരോ വ്യക്തികളുടെയും ഓൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഓർക്കുക, മറ്റൊരു ഫീച്ചർ നമ്മുടെ വാട്സപ്പിനകത്തുണ്ട്. അതായത് ചില ആളുകളുടെ വാട്സപ്പിലെ ഡാറ്റകൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ അവരുടെ ഫോണിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അത് എല്ലാ വാട്സപ്പിലും ഇല്ല, ചില ആളുകളുടെ വാട്സപ്പിനകത്തുണ്ടാകും. കാരണം അത് അവർ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാം മീഡിയ വിസിബിലിറ്റി എന്നുള്ളത് കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒക്കെ വരുന്ന ഫോട്ടോ വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ കാണില്ല. അത് നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൈവറ്റ് ഫോട്ടോ വീഡിയോ ആയിട്ട് കാണാൻ സാധിക്കും. അതാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട്, വാട്സപ്പിനകത്ത് ഞാൻ ഒരുപാട് ഫയലുകൾ ക്ലീൻ ചെയ്തു എന്നിട്ടും വാട്സപ്പ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, എന്താണ് കാരണം എന്ന്. ഇതുപോലെ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓൺ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഗാലറിയിലേക്ക് വരാതെ നമ്മുടെ ഫോണിനകത്ത് തന്നെ ഒളിപ്പിച്ച് വെക്കണം. ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ വീഡിയോ നമ്മൾ തിരഞ്ഞു പിടിച്ച് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മൊബൈൽ ഫോൺ ക്ലീൻ ആകുള്ളൂ, നമ്മുടെ വാട്സപ്പ് ക്ലീൻ ആകുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റു സെറ്റിങ്സ് കൂടെ പറയാനുള്ളത്, വാട്സപ്പിനകത്ത് ഏതെങ്കിലും വ്യക്തിയെ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഈ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, 3 ഓപ്ഷൻ കാണിക്കുന്നത്. ഇങ്ങനെ ക്ലിയർ ചാറ്റ് അടിച്ചാലും മതി. പക്ഷേ ഇങ്ങനെ ക്ലിയർ ചാറ്റ് അടിക്കുമ്പോൾ ഓരോന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് ക്ലിയർ ചാറ്റ് അടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിങ്സിലേക്ക് പോയി ഓരോ വ്യക്തികളെ കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളെ ഇതുപോലെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഇതുപോലെ 3 ഓപ്ഷൻ ചോദിക്കും. ചില ആളുകളുടേത് 2 ഓപ്ഷനെ ചോദിക്കുള്ളൂ. നിങ്ങളിവിടെ എത്ര ഓപ്ഷൻ ചോദിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുകളിൽ ഓൾ മെസ്സേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. താഴെ ക്ലിയർ ചാറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ക്ലിയർ ചാറ്റ് അടിച്ച് കഴിഞ്ഞാൽ മുഴുവൻ മെസ്സേജും നമ്മുടെ ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാറ്റ് ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കളയാൻ സാധിക്കും. വാട്സപ്പ് ക്ലീൻ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫോൺ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുള്ളാകുന്നത് വാട്സപ്പ് കാരണമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.